സൈപ്രോയുടെ സക്സസ് ജേണിയിലേക്ക് സ്വാഗതം. കേരള PSC വാട്ടർ അതോറിറ്റി മൈക്രോബയോളജിസ്റ്റില് സെക്കൻഡ് റാങ്ക് കിട്ടിയ ജുസൈല. ജുസൈലക്ക് എത്ര മാർക്കായിരുന്നു? എനിക്ക് 69.33. ഇന്റർവ്യൂ കൂടി കൂട്ടി 81.33. ഇന്റർവ്യൂല് 12. ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒരേ മാർക്കാ. റിട്ടൺ എക്സാമിനേഷനിൽ ഒരേ മാർക്കായിരുന്നു തോന്നുന്നല്ലേ? അതെ. ഓക്കെ. എങ്ങനെയാണ് സൈപ്രോയിലേക്ക് എത്തിച്ചേർന്നത്? എന്റെ ഫ്രണ്ട് വഴിയാണ്. PCB-യില് സെക്കൻഡ് റാങ്ക് കിട്ടിയ ലത്തീഫ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അതെ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് ഡിഗ്രിക്കും PG-ക്കും. അപ്പോൾ ഇങ്ങനെ മൈക്രോന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അവൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത്, അപ്പൊ അവൾ എന്തായാലും സൈപ്രോനെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഞാനും സൈപ്രോയിൽ എത്തിയത്. എങ്ങനെയായിരുന്നു പഠന രീതികള് ജുസൈലയുടെ? എന്റെ പഠന രീതി ആദ്യമൊക്കെ കുറച്ച് ലാഗായിരുന്നു. പിന്നെ ട്രാക്കിലേക്ക് കയറിയപ്പോ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ളി ഞാൻ സൈക്ലോനെ മാത്രമായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ ബേസിക് തൊട്ട് എല്ലാം സൈപ്രോന്റെ ക്ലാസ് മാത്രമായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. MSc ഏതൊക്കെയാ പഠിച്ചതെന്നൊന്ന് കുട്ടികളോട് പറഞ്ഞേക്ക്. കാരണം ഇത് കേട്ടാലല്ലേ അവര് ഒന്ന് മോട്ടിവേറ്റ് ആകുള്ളൂ. അവർക്കും പഠിച്ചെത്തണം. ഇപ്പൊ ഇനി എക്സാമിനേഷൻ ഉള്ളത് നമ്മുടെ JS ഉണ്ട്, അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജിയുടെ തന്നെ ആയുർവേദ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാ പഠിക്കുന്നത്? അപ്പൊ നമ്മള് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്ന ആളുകളിൽ നിന്ന് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, എത്ര നേരം ഒരു ദിവസം പഠിച്ചു? ഓ അങ്ങനെ. അത് ഞാൻ ഫസ്റ്റ് എന്റെ കയ്യിൽ മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്ത കാരണം തന്നെ ഞാനൊരു ഡിസംബർ ലാസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോ അന്ന് തൊട്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. മാമിന്റെ ക്ലാസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ ഓരോ ക്ലാസ്സും കണ്ടു കഴിഞ്ഞ് അപ്പൊ എന്തായാലും ക്ലാസ് നോട്ട് എഴുതുമ്പോൾ ഒന്ന് പഠിക്കും. പിന്നെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ പഠിക്കും. പിന്നെ അതിന്റെ ഷോർട്ട് നോട്ട് എഴുതി വെക്കുമായിരുന്നു. ഷോർട്ട് നോട്ടായിരുന്നു ഞാൻ മെയിനായിട്ട് റിവിഷന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് നോട്ട് മാത്രമായിരുന്നു. ദെൻ അതിന്റെ ക്വസ്റ്റ്യൻസ് സൈപ്രോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ MCQ ക്വസ്റ്റ്യൻസ് ഫുള്ള് നോട്ട് ഒന്ന് പഠിക്കുമായിരുന്നു, ഒന്ന് വായിച്ചു വിടുമായിരുന്നു. ദെൻ എനിക്കൊരു ചെറിയ മോനാ ഉള്ളത്. അപ്പോൾ എന്റെ ടൈമിങ് ഞാനൊരു ടൈമിങ് മനസ്സിൽ വിചാരിക്കെങ്കിൽ അതിനനുസരിച്ചിട്ട് പോയിട്ടുണ്ടാവില്ല ചിലപ്പോ. അപ്പൊ ഞാൻ അവൻ ഉറങ്ങുന്ന ടൈം അങ്ങനെയൊക്കെ മാറ്റുമായിരുന്നു. അപ്പൊ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര കിട്ടുന്നോ അത്രയും പഠിക്കാന്നായിരുന്നു. ചില ദിവസം 2 മണിക്കൂറാവും, ചില ദിവസം 4 ആവും, ചില ദിവസം 6 ആവും. അങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. മോൻ എത്ര വയസ്സാ? അവനിപ്പോ 3 വയസ്സായി. ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ അവന് 1.5 വയസ്സായിരുന്നു. അപ്പൊ ഒട്ടും അല്ലെ ശല്യപ്പെടുത്തുന്ന പാരമ്യത്തിലായിരിക്കും അല്ലെ? നന്നായിട്ട് അതെ. ശല്യപ്പെടുത്തുമായിരുന്നല്ലോ അന്നേരം. അവന് ഞങ്ങള് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനും അവനും മാത്രമേ ഉണ്ടാവുള്ളൂ പകലൊക്കെ. അപ്പൊ അവന് ഫുൾ കളിക്കുന്നൊക്കെ എന്റെ കൂടെ തന്നെ ആയിരിക്കും. അപ്പം അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവനെ ഉറക്കുന്ന സമയം ഒക്കെ ആയിരുന്നു ഞാൻ മെയിനായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ ടൈം എപ്പോഴും ഫിക്സ് ചെയ്യണ കാര്യം പറയുമായിരുന്നല്ലോ. അതായത് ക്വാളിറ്റി ടൈം ക്ലാസ് കേൾക്കാനും പഠിക്കാനും, പിന്നെ റിവിഷന്റെ ടൈമും അതുപോലെ റീകോളിന്റെ ടൈം ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ളവരും അതുപോലെ അങ്ങനെ ചെയ്യുമായിരുന്നോ? റീകോളിങ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കുട്ടീനെ വെച്ചിട്ടൊക്കെ. അത് എനിക്ക് ആദ്യം എന്ത് ചെയ്യണം, എനിക്ക് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത്. അപ്പൊ എനിക്ക് തന്നെ ടെൻഷനായിരുന്നു, ഞാൻ ഇത്രയും ടൈം എടുത്തു കഴിഞ്ഞാൽ ഇത് തീരോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി, ആ ഒരു ട്രാക്കിലേക്ക് വന്നു. അപ്പോ മാമിന്റെ സ്റ്റഡി പ്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ അത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒന്നും കൂടി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇപ്പോ ഞാൻ ഒരു നോട്ട് എഴുതിയത് ആദ്യം ഒന്ന് പഠിക്കും. പിന്നെ ഒരു കറക്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഈ സമയത്ത് ഇത് ചെയ്യണം. അവന് ചിലപ്പോൾ തൊട്ടിയിൽ ആട്ടുന്ന സമയം എന്ത് ചെയ്യും, മാം ക്വസ്റ്റ്യൻസ് നോക്കും. ആ സമയം നമുക്ക് നോട്ട് മറിച്ച് നോക്കി പഠിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞാൻ MCQ ക്വസ്റ്റ്യൻസ് ഫുള്ള് അവനെ തൊട്ടിയിൽ ആട്ടുന്ന സമയത്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോർട്ട് നോട്ട് ചെറിയ ബുക്കായത് കാരണം അവൻ എന്റെ കയ്യിൽ കിടന്നിട്ടാണ് രാത്രിയിലൊക്കെ ഉറങ്ങുക. അപ്പോൾ അവനെ ഇവിടെ കിടത്തിയിട്ട് ഈ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ പഠിക്കുമായിരുന്നു. അതെ, ചില കുട്ടികളോട് നമ്മളിപ്പോ പറയാ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അയ്യോ സമയമില്ല, കുട്ടിയുണ്ട് നോക്കാൻ, ഒട്ടും സമയമില്ല. പക്ഷെ നമ്മൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയ ആ ഒരു ഷോർട്ട് നോട്ട്സ് അല്ലെ, അത് നോക്കി റിവൈസ് ചെയ്യണല്ലേ ഏറ്റവും ബെസ്റ്റ് നമ്മള് അല്ലെ?
ഏറ്റവും ബെസ്റ്റ് അതാ. ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരുപാട് സമയം ഞാൻ വീണ്ടും ഈ നോട്ട് തന്നെ പഠിച്ച് അങ്ങനെ പോവായിരുന്നു എനിക്ക് അതെ. തോന്നിയിട്ടുണ്ട്. എനിക്ക് ഷോർട്ട് നോട്ട് സംഭവം ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് മാം പറയുന്നതാണ് കേട്ടിട്ടുണ്ടായിരുന്നു. എന്താന്നൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു. പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി റിവിഷൻ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് നോട്ടാണ് എന്നൊക്കെ മനസ്സിലായി. എന്തായാലും അത് പ്രിപ്പയർ ചെയ്യണം. പിന്നെ കാരണം നമ്മൾ പിന്നെ ട്രാവലിംഗ് ആണെങ്കിലും ഈവൻ കിച്ചണിലാണെങ്കിലും എല്ലാം അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടാം. ഇനി ഇൻ കേസ് ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പണിയിലാവുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അയ്യോ ആ പോയിന്റ് കിട്ടുന്നില്ലല്ലോ നോക്കി ആ, കഴിഞ്ഞാൽ മെഡിക്കലൊക്കെ ആ, ഫുൾ ഞാൻ ഷോർട്ട് നോട്ടേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓർഗാനിസം നോക്കും, അവര് ഡിസീസ് നോക്കും, അത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ, അത് ശരിക്കും മാറിപ്പോകുന്ന ഒരു ടോപ്പിക്കും ആയിരുന്നു അല്ലേ? ആ, അങ്ങോട്ടും അതെ. ഇങ്ങോട്ടും ഒക്കെ നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് കൂടുതലുള്ള ഏരിയ ആയിരുന്നു മെഡിക്കൽ അതെ. മൈക്രോബയോളജി. അപ്പോൾ ഉം. ഒരു ദിവസം നമുക്ക് ഫിക്സ്ഡ് ടൈം ഇല്ലായിരുന്നു ജുസൈലിക്ക്. കിട്ടുന്നത് മാക്സിമം ഉപയോഗിക്കുക അല്ലേ? അത് മോനും കൂടെ ഞങ്ങൾ മാത്രമായത് കാരണം അവനെ വേറെ ഇപ്പൊ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഏൽപ്പിക്കാലോ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്ക് എന്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ആ, അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഉമ്മാനെ കുറച്ച് ദിവസം കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ആ. അപ്പൊ ഞാൻ ആ സമയം ഒരു 6-8 മണിക്കൂർ വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ലത്തീഫ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലത്തീഫ. ആൻഡ് എനിക്ക് വേറെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ആ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഡൗട്ട്സ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചോദിക്കാം. നമ്മൾ ഫ്രണ്ട്സ് ആയത് കാരണം തന്നെ അതെ. അതെ, എങ്ങനെ പഠിക്കണം എല്ലാം അവര് തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതെ, ലത്തീഫയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ AS കിട്ടിക്കഴിഞ്ഞ ശേഷം. അതെ. അതെ, അതിൽ ഏറ്റവും നല്ല രസം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒരേ റാങ്ക് തന്നെ അല്ലേ? സെക്കൻഡ് റാങ്ക് അതെ. തന്നെ. കൂടുതൽ മേടിച്ചില്ല, വിഷമമുണ്ടല്ലോ അല്ലേ? അതെ. പിന്നെ അതുപോലെ തന്നെ ഫുൾ മാർക്കും കിട്ടി അല്ലേ? ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, റിട്ടൺ എക്സാമിനേഷനും ജുസൈലക്കും ഒരേ മാർക്ക് തന്നെയാണല്ലോ. ലത്തീഫക്കും അങ്ങനെ തന്നെയായിരുന്നു, ഫുള്ള് തന്നെയായിരുന്നു. ആക്ച്വലി അവളെ ഇന്റർവ്യൂ ചെയ്തപ്പോ ആ വീഡിയോ കണ്ടപ്പോ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് നമ്മള് മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ അതെ, പറയുമല്ലോ. അതെ, അതെ. ആ, ഇങ്ങനെ എന്നെ മാം ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യും അങ്ങനെയൊക്കെ അന്ന് മുതലേ അതെന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഈ ഒരു ദിവസം അതെ. ഒക്കെ എന്റെ മൈൻഡിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും നേരത്തെ കഴിയുമല്ലോ. അതായത് ആ ആ എക്സാമിന് മുമ്പേ കഴിയുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു മാസമോ 2 മാസമോ ഫുൾ റിവിഷൻ ആയിട്ട് കിട്ടും. ആ ഒരു മാസം 1.5 മാസം എങ്ങനെയായിരുന്നു യൂട്ടിലൈസ് ചെയ്തത്? അതായത് ക്ലാസ് എല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷമുള്ള ആ 1.5 മാസം. ഞാൻ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യൽ മാത്രമായിരുന്നു ഫോക്കസ് ആ, ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില പോർഷൻസ് എനിക്ക് ഇമ്മ്യൂണോളജി കുറച്ച് ടഫ് ആയിരുന്നു. അപ്പൊ ആ, എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് ഏത് പോർഷൻ ആണ് ഈസി, എനിക്ക് ഏത് പോർഷൻ ആണ് ടഫ് ആയിട്ട് വരിക എന്നുള്ളത്. ഉം, എനിക്ക് മെഡിക്കൽ ഒന്നും കൂടെ എളുപ്പമായിരുന്നു. അപ്പൊ ഉം. എല്ലാരും പറയുന്നത് കേൾക്കാറുണ്ട് മെഡിക്കൽ ആണ് അതെ, ടഫ്. അപ്പൊ അതെ, എനിക്ക് അതെ. അതിന്നൊരു 10 ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ആ 10 എനിക്ക് പറ്റും. കറക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ആ, അപ്പൊ എനിക്ക് ഈസി ഉള്ള പോർഷൻസ് ഒക്കെ ഞാൻ ആദ്യം കവർ ചെയ്ത് വെച്ചു. അതിന് ഉം. പിന്നെ ഞാൻ തിയറി പഠിക്കുക അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടില്ല. ഓൺലി ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇമ്മ്യൂണോളജി ആയിരുന്നു ഞാൻ കുറച്ച് ലാസ്റ്റിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം തന്നെ ക്ലാസ് സൈപ്രോയിൽ ഇട്ടത് കാരണം നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആണ്. അതെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് പോയിട്ട് നോക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ആ ലാസ്റ്റ് മന്തിലേക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പ്രഷർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. ചിലത് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നല്ലൊരു റിലീഫായിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ക്ലാസ് ആദ്യം തന്നെ കഴിഞ്ഞ കാരണം. ഉം. പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ ഏരിയ പഠിച്ചായിരുന്നോ? അതായത് ആ ആ ഒരു ഏരിയ ഇൻസ്ട്രുമെന്റേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? ഇത്തിരി എനിക്ക് ഇഷ്ടമായിരുന്നു ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കാൻ ആ, വേണ്ടിയിട്ട്. ആ, എനിക്ക് സ്പെക്ട്രോസ്കോപ്പി കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല ക്ലാസ് കിട്ടി എനിക്ക്. ഞാൻ ആദ്യം നമ്മളെ ഡിഗ്രി ലെവലൊക്കെ പഠിച്ചിരുന്നതിൽ നല്ല ക്ലാസ് എനിക്ക് ആ, ജയശ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിസ്സിന്റെ ക്ലാസ് അല്ലേ നിങ്ങൾക്ക്? അതെ. നല്ല ക്ലാസ്. അത് സൈപ്രോയിലെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് മുതൽ ഒരു ഹയർ ലെവൽ വരെയുള്ള ഒരു ക്ലാസ് അതെ, ആയിരുന്നു അതെ. കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആ, ക്ലാസ്സിന്റെ അത്രയും ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? നമ്മൾ പഠിച്ചത് നമ്മൾ എന്തോരം പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെ. പക്ഷെ അത് നമുക്ക് വീണ്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്കിനിപ്പോ വേറൊരു എക്സാം, ഇപ്പൊ JS ആണെങ്കിലും വേറൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് വേറെ നോട്ടിന്റെ മെറ്റീരിയൽസിന്റെ ആവശ്യമില്ല, ആവശ്യമില്ല. നമ്മൾ അത്രയും ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. അതെ, അത്രയും ഡീപ്പ് നമ്മള് അതൊരു ചിലര് ചിന്തിക്കാം മേ ബി ഇത്ര ഡീപ്പ് വേണോ എന്ന് ചിന്തിക്കാം ഒരു ഡിഗ്രി ലെവൽ എക്സാമിന്. പക്ഷെ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആണത്. നമ്മൾ പുലിയാണ് അല്ലേ? അതെ. അതെനിക്ക് ഭയങ്കര എന്റെ കയ്യിൽ ഒരു മെറ്റീരിയൽസും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഫോണിൽ നോക്കി പഠിക്കാൻ കണ്ണിന് കുറച്ച് തലവേദനയൊക്കെ ഉള്ള കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ, അപ്പോ നോട്ട് കിട്ടിയപ്പോ തന്നെ പകുതി ഒരു ആശ്വാസമായിരുന്നു. നമ്മുടെ പിന്നെ നോട്ട്സ് ഞാൻ എത്ര പറഞ്ഞ പോയിന്റ് പോലെ ആണോ? ആ, അതെ, ലാസ്റ്റ് മന്ത് ഉം, ഒക്കെ ആയപ്പോഴേക്ക് OMR ഷീറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ.
നമ്മുടെ ടെസ്റ്റ് സീരീസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്ത്, ക്വസ്റ്റ്യൻസ് എത്രത്തോളം വന്നു ഇല്ലേ? ഒരു 60-70 അതെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് വന്നില്ലേ? അത് അതെ കണ്ടപ്പോ ഒരു ഡയറക്റ്റ്. അങ്കലാപ്പായിരുന്നോ? ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഇങ്ങനെ കണ്ടപ്പോ നമുക്കൊരു ഇല്ല, ഒരു ആക്രാന്തം വരില്ലേ? പെട്ടെന്ന് എഴുതി തീർക്കാനായിട്ട് ഇല്ലേ? അത് അന്ന് 40 മിനിറ്റിനുള്ളിൽ ഞാൻ എക്സാം എഴുതി തീർത്തിട്ടുണ്ട്. ആണല്ലേ? കാരണം ആഹാ. നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കും, ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചെങ്കിലും ഉം, നമുക്ക് കാണുമ്പോ തന്നെ ആൻസർ ഇതാണ്, ഉറപ്പാണ്. ഉം. അങ്ങനെ ഉറപ്പുള്ളതെല്ലാം ആദ്യം തന്നെ അറ്റൻഡ് ചെയ്ത് വെച്ചു. പിന്നെ മാക്സിമം അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ വരുന്ന കാരണം. അതെ അതെ അതെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചിലപ്പോൾ ഈ എക്സാം നമുക്കേ നമ്മളെല്ലാം പഠിച്ചത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു എക്സൈറ്റ്മെന്റ് വന്നിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിച്ചായിരുന്നോ? അതായത് ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഓൾ ഓഫ് ദ എബോയ്ക്ക് പകരം നൺ ഓഫ് ദ എബോ ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ കാണുന്നതിന് മുമ്പേ ആൻസർ ചെയ്തണം എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ ഒന്ന്? എന്റെ തെറ്റിയിട്ടുണ്ട്. പക്ഷെ അത് അവിടെ നിന്ന് തന്നെ എക്സാം ഹാളിൽ നിന്ന് തന്നെ എനിക്ക് അത് മനസ്സിലായി. പക്ഷെ അതെ. പാനിക് ആവാനൊന്നും നിന്നില്ല. ഓക്കെ, വേറെ എവിടെയെങ്കിലും സ്കോർ ചെയ്യാം ഉം. ഒന്നല്ലേന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറെ ഞാൻ ഈ OMR ഷീറ്റില് ഉം. നോക്കുമ്പോ തന്നെ കുറച്ച് അബദ്ധങ്ങൾ പറ്റുമായിരുന്നു. അതെ അതെ. അതുകൊണ്ട് നമ്മൾ ആദ്യം 13 തൊട്ടേ പറയുമായിരുന്നു OMR ഷീറ്റിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്ന്. അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട്, ഞാൻ 13 ആണ് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ 23 പോയിട്ട് അതെ ആൻസർ ചെയ്യും. അതെ അതെ പിന്നെ അതെ. അവിടുന്ന് 14 15 എല്ലാം 24 25 ആയി അങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ മാറ്റാനും പിന്നെ എക്സാം ഹാളിൽ നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ എത്രത്തോളം പഠിച്ചാലും ആ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ എത്തുക, ടെൻഷനൊന്നും ഇല്ലാതെ നമ്മൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എക്സാമിനേഷൻ എഴുതാം. അതായത് നമുക്ക് അതെ. എത്രത്തോളം റിവിഷനും അതുപോലെ റീകോളിംഗ് എത്രത്തോളം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മടിയാ റീകോളിംഗ് ചെയ്യാൻ, കാരണം ഓർത്ത് നോക്കുമ്പോഴത്തേക്ക് ഒന്നും ഓർമ്മയില്ലെന്ന് തോന്നുമല്ലോ നമ്മുടെ അല്ലേ? അപ്പൊ എത്രത്തോളം റീകോളിംഗ് ചെയ്തിട്ടുണ്ട് ജുസൈല? റീകോളിങ് ഞാൻ ടഫ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം മാക്സിമം റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവൻ നമ്മൾ എന്തെങ്കിലും അടിച്ചു വരാ തുടക്കുമ്പോ ഒക്കെ ഞാൻ എന്റെ മൈൻഡ് ഫുള്ള് ഇതായിരിക്കും. ചിലപ്പോൾ മോർഫോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ അങ്ങനെ എല്ലാ സയന്റിസ്റ്റിന്റെ പേരൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറന്നിട്ടുണ്ടാവും. ചിലരുടെ രണ്ടുപേരും കൂടി രണ്ട് നെയിം ഉണ്ടാവുമല്ലോ, അപ്പൊ അതെ രണ്ടും ഒരാൾ ഫസ്റ്റ് നെയിമും മറ്റൊരാൾ സെക്കൻഡ് നെയിമും കൂടി ആയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ അങ്ങനെ മെയിൻ ആയിട്ട് എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴാണ് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതെ. പിന്നെ എന്നും നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്തായാലും റീകോൾ ചെയ്ത് ആ നോക്കാറുണ്ട്. അത് പിന്നെ നമ്മൾ അതെനിക്ക് പ്രത്യേകം ഇഷ്ടമാണ്. എനിക്ക് ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ, രാവിലെ രാത്രി അതെ, അല്ലെ? അത് അത് കറക്റ്റ് റീകോൾ ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ചെയ്ത്. നമുക്ക് അത് അന്ന് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അതെ, ചിലവരോട് നമ്മൾ കാരണം പറഞ്ഞു നമുക്ക് കൊടുത്താലും ഈ ഒരു ചിലപ്പോൾ ഫോളോ ഫീൽഡ് ഇല്ല. ആ നമ്മൾ ആദ്യമായിട്ടാണ്, പക്ഷെ നമ്മൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പാളി പോവാം. പക്ഷെ ഒരു ഗൈഡൻസ് പ്രോപ്പർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ. ഓക്കെ. അപ്പോൾ ഇനി വരുന്ന കുട്ടികളോട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണ്ടേ? കുഞ്ഞു കുട്ടീനെ വെച്ച് പ്രിപ്പയർ ചെയ്തു, എല്ലാവരും പറഞ്ഞു കുഞ്ഞു കുട്ടിയാ സമയമില്ല അല്ലെ? എല്ലാവർക്കും ഒത്തിരി എക്സ്ക്യൂസസാ. ജോലിക്ക് പോകണം, എനിക്ക് പഠിക്കാൻ. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് പഠിക്കാനായിട്ട് അയ്യോ ഇത്ര നാൾ പഠിച്ചില്ല ഇനി പഠിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ എക്സ്ക്യൂസസിന്റെ ഒരു കൂമ്പാരമാണ്. അതിൽ പറയുന്ന നമ്മൾ പറയുന്ന രീതിയിൽ, അതായത് ടെസ്റ്റ് സീരീസ് ചെയ്യുക, അന്നന്ന് തന്നെ ടെസ്റ്റ് സീരീസ് ചെയ്യുക, പഠിക്കുക, ഓരോ ദിവസവും തരുന്നത് പഠിക്കുക, അതുപോലെ തന്നെ ഈ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതും കുറേ മടിയന്മാരുണ്ട് ഷോർട്ട് നോട്ട്സ് ഇപ്പോഴും പ്രിപ്പയർ ചെയ്യാത്തത്. അതായത് അവർക്ക് മടിയാ, അതായത് എഴുതിയെടുക്കാൻ. പക്ഷെ നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ അതെല്ലാം ഫീഡ് ചെയ്ത് എടുക്കുകയുള്ളൂ. അതുപോലെ റീകോൾ അതെ, ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ ഇനിയുള്ള സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? അതായത് ലത്തീഫ അടുത്ത ആള് ജുസൈലേക്ക് എത്തി, അതും രണ്ടുപേരും ഒരേ റാങ്ക്. ഇനി അടുത്തൊരാള് അല്ലെ, ഇത് കണ്ട് ജുസൈലയുടെ ഇന്റർവ്യൂ കണ്ട് മോട്ടിവേറ്റ് ആയി ഇനി അടുത്ത എക്സാമിനേഷന് ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ നേടാനായിട്ട് കുട്ടികളോട് എന്താ പറയാനുള്ളത്? എന്തായാലും നമ്മളെ മൈൻഡിൽ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിലേക്ക് എത്തിച്ചേരും. നമ്മൾ അതിനെ തന്നെ സ്വപ്നം കണ്ട് നമ്മളെ നിരന്തരം നമ്മൾ പറയല്ലോ, നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതായിരിക്കണം നമ്മളെ സ്വപ്നം എന്നുള്ളത്. സ്വപ്നത്തിൽ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല എന്ന് പറയല്ലോ. അതെ അതേപോലെ നമ്മൾ ആ സ്വപ്നം എന്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഈവൻ ചില ദിവസങ്ങളിൽ മോനെ പനിയാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പോഴൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിറ്റർമിൻഡ് ആയിരിക്കണം. നമ്മളത് എത്തിച്ചേരും, നമുക്കത് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസും നമ്മളൊരു ഡിറ്റർമിനേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റും. സെക്കൻഡ് വൺ, നമ്മൾ ചിലപ്പോൾ ഡിമോട്ടിവേറ്റഡ് ആവാം, നമുക്ക് വേറെ പല ഇഷ്യൂസ് ഉണ്ടാവാം, പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോ ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് ഒന്നും നോക്കാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷെ നമ്മൾ
എന്താ പറയാ, ഞാൻ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കാണുമായിരുന്നു. അതുപോലെ സമയം കിട്ടുക ചിലപ്പോ എന്താ പറയാ, ഈ സക്സസ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെ. ഒരുപാട് പേര് PhD ഉം. തന്നെ കിട്ടി. ഉം. അതെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില വീട്ടമ്മമാരുടെ സക്സസ് സ്റ്റോറീസ് കാണുമ്പോൾ എന്നെ കൊണ്ടും സാധിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ആൻഡ് തേർഡ് വൺ, എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് പ്ലാൻഡ് ആയിരുന്നു. ഇപ്പൊ ഒരു ജൂൺ 30 ആവുമ്പോഴേക്ക് എനിക്ക് ഇത്ര കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ എഴുതി തന്നെ വെക്കുമായിരുന്നു. ചിലപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. എന്നാലും ഞാനത് ഈ ഒരു വീക്കിനുള്ളിൽ ഇത്ര തീർത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള എന്റെ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് തീർക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇനി വരുന്ന നമ്മള് ഒരു മൈൻഡിൽ നമ്മൾക്ക് ഡിറ്റർമിനേഷനും എന്താ പറയാ, നമ്മളൊരു വെൽ പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെ. ഈ ചില കുട്ടികൾ പറയുമല്ലോ, ഇപ്പൊ ഒരു വേക്കൻസി, ഇത് കുറച്ച് വേക്കൻസി ഉള്ളൂ, അപ്പോൾ ഓൾറെഡി ആളുകൾ പഠിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇനി പഠിക്കണോ? അങ്ങനെ ഒത്തിരി നെഗറ്റീവായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഞാനും ഇതേ സിറ്റുവേഷനിലായിരുന്നു ഫസ്റ്റ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇതേപോലെ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും. എനിക്ക് മോനുണ്ട്, അപ്പോ എത്രത്തോളം പഠിക്കാൻ പറ്റും, പിന്നെ ഗ്യാപ്പ് വന്നു. ഉം. അപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ലത്തീഫാക്ക് കിട്ടിയപ്പോ അവൾ തന്നെ പറഞ്ഞു, എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്കും കിട്ടും. അതന്നെ എനിക്കും പറയാനുള്ളൂ. എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടും. നമ്മള് ഇങ്ങനെ സീറ്റ് ഇത്രയേ ഉള്ളൂ. ചിലത് പിന്നെ നമ്മൾ എഴുതി കഴിയുമ്പോഴേക്ക് സീറ്റ് വരും, വാക്കൻസി വരും. അതെ. പിന്നെ ചിലത് അത്രയും 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഒക്കെ വാലിഡിറ്റി വരുമല്ലോ. അപ്പൊ അതിനുള്ളിൽ ഉണ്ടാവും. എന്തായാലും നമ്മൾക്ക് മാക്സിമം എത്ര പറ്റുന്നോ അത് നമ്മൾ ചെയ്യുക. അതാണ് നമ്മളെ ഡ്യൂട്ടി. അത് നമ്മൾ എത്ര മാക്സിമം ചെയ്യാൻ പറ്റും അത്രയും നമ്മൾ ചെയ്യാം. അത് സീറ്റ് വേക്കൻസി കുറവാണ് എന്ന് പറഞ്ഞിരിക്കേണ്ട. നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രയും നമ്മൾ ചെയ്യാം. ഡീമോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നോ പഠിക്കുമ്പോഴത്തേക്ക്? ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് നമ്മള് ഇരുന്ന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ബാക്ക് പെയിൻ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ടായിരുന്നു. ഹെൽത്ത് വീക്ക് ആയി കഴിഞ്ഞാൽ നമ്മള് സ്വാഭാവികമായിട്ടും ഡീമോട്ടിവേറ്റഡ് ആവും. അതെ. അങ്ങനെ. പിന്നെ എന്റെ ഹസ്ബൻഡ് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. എവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡും എന്റെ ഉമ്മയും എന്റെ ഹസ്ബൻഡ് വീട്ടുകാരും എല്ലാവരും നല്ല മോട്ടിവേറ്റഡ്. എനിക്ക് എപ്പോഴും ബാക്കിൽ നിന്ന് ഒരു പുഷ് വേണം. എന്താ, പഠിക്കാനില്ലേ, പഠിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വേണമായിരുന്നു. അപ്പൊ എന്റെ ഉമ്മ ഉണ്ടായിരുന്ന സമയത്തും ഹസ്ബൻഡും നന്നായിട്ട് പഠിച്ചോ മോനെ, അവര് ജോലി കഴിഞ്ഞ് വരുമ്പോ മോനെ പുറത്തേക്ക് കൊണ്ടുപോകും, ഇരുന്ന് പഠിച്ചോ എന്ന് പറയും. ഒന്നും ചെയ്യണ്ട, ഫുഡ് ഉണ്ടാക്കണ്ട, ഒന്നും ചെയ്യണ്ട, ഇരുന്ന് പഠിച്ചാൽ മതി പറയും. പിന്നെ നമുക്ക് ഓരോന്ന് ഓഫർ ചെയ്യും. എനിക്ക് അതെ. ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഓഫർ ചെയ്യും. ആ. പഠിച്ച് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിച്ചു തരും. ഇപ്പൊ എന്താ ഓഫർ അപ്പൊ ചെയ്തേക്കണേ? എനിക്ക് ഫോണൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. വേഗം മേടിച്ചോന്ന്. അല്ലെങ്കിൽ പറയും ജോലി കിട്ടി, സാലറി ആയില്ലേ, തന്നെ തന്നെ മേടിച്ചോളാൻ പറയും അല്ലേ? ഇല്ല ഇല്ല. മേടിച്ചു തരുമോ? ഓ, അപ്പൊ ഇനി ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് അല്ലേ? ഇൻഷാല്ലാ. ലത്തീഫനെ പോലെ തന്നെ ഇങ്ങോട്ട്. വീട് എവിടെയാ? എന്റെ വീട് മലപ്പുറം തിരൂര്. എവിടെയാ പഠിച്ചത്? ഞാന് EME കോളേജിലാണ് ഡിഗ്രി കഴിഞ്ഞത്, BSc മൈക്രോബയോളജി, യൂണിവേഴ്സിറ്റി MES ഓഫ് കാലിക്കറ്റ്. MES അല്ല, EME കോളേജ്, EME കോളേജ്. കൊണ്ടോട്ടി. കൊണ്ടോട്ടി. ആ. കൊണ്ടോട്ടി. ആ. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ക്യാമ്പസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈഫ് സയൻസിലാണ് MSc മൈക്രോബയോളജി കഴിഞ്ഞത്. ഡിഗ്രിയോ? ഡിഗ്രിയാണ് EME കോളേജിൽ കഴിഞ്ഞത്. നമ്മുടെ ഈ ഒരു ലൈഫ് സയൻസ്, ഓക്കെ, ലൈഫ് സയൻസിൽ ഓപ്പർച്യൂണിറ്റി കുറവാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പൊ ഈ എല്ലാ ഓപ്പർച്യൂണിറ്റി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? അത് എന്തായിരിക്കും? ഓപ്പർച്യൂണിറ്റി ഇല്ലേ, കേട്ടിട്ടില്ലേ? ജുസൈലും കേട്ടിട്ടില്ലേ അല്ലെ? ഇത് പഠിച്ചിട്ട് വലിയ ഞാൻ തന്നെ കാര്യമുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പഠിക്കുന്നത് തൊട്ട് MSc തൊട്ടേ ആളുകൾ ചോദിക്കും, ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലേ? അതെ. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഞാൻ ചൂസ് ചെയ്തത് തെറ്റിപ്പോയോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തതാണ് മൈക്രോബയോളജി. അപ്പൊ എനിക്ക് തന്നെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോ അയ്യോ, എടുത്ത് എന്തുകൊണ്ടും നന്നായി എന്ന് തോന്നി. പിന്നെ അതെ. ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വരില്ല, വരുന്നത് എപ്പോഴാണോ അപ്പൊ നമ്മൾ അതില് ക്രാക്ക് ചെയ്യണം. അതെ. ഇനി ജയസും ഉണ്ട് കുട്ടികൾക്ക്, അതുപോലെ ആയുർവേദ മൈക്രോബയോളജിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോ അതെ. അതിനൊക്കെ അല്ലെ, പഠിക്കട്ടെ എല്ലാവരും. ഇനി അതെ. പിന്നെ ഒരു കാര്യം കൂടി, രാവിലെ ആയിരുന്നോ രാത്രി ആയിരുന്നോ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് പഠിക്കാൻ? വെളുപ്പിനെ ആയിരുന്നോ? ഞാൻ രാത്രി ആയിരുന്നു. പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. അതെ പറ്റുന്നവരെല്ലാരും അതെ. രാവിലെ അല്ല, അതെ, ഞാൻ ഞാൻ പറയാറുണ്ടായിരുന്നല്ലോ 11:30 കഴിഞ്ഞ് പഠിക്കരുതെന്ന്.
അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ആ. മോന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് വാശിയുള്ള കൂട്ടത്തിലായിരുന്നു. ഉം. ഞാന് എന്റെ കൂടെ കിടക്കുന്ന കാരണം ഞാൻ എണീറ്റ് അവൻ അപ്പോ എണീക്കും. പക്ഷെ രാത്രിയിൽ അവൻ കുറച്ച് ഡീപ് സ്ലീപ്പ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാമിന്റെ ടൈം ടേബിൾ ആണ് ഫോളോ ചെയ്തത്. പക്ഷെ എനിക്ക് അനുസരിച്ച് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഉം. അതായത് ഞാന് നൈറ്റിൽ കുറച്ച് കൂടുതൽ ഇരുന്നു. ഉം. കാരണം അവൻ ഉറങ്ങുന്ന നല്ല ഡീപ് സ്ലീപ്പ് ആവുമ്പോ എനിക്ക് നല്ല രീതിക്ക് ഇരുന്ന് പഠിക്കാം. രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അവൻ എന്റെ കൂടെ എണീറ്റ് വരും. പക്ഷെ ഞാൻ കുറച്ച് എക്സാമിനോട് അനുബന്ധിച്ച് ഞാൻ റിവിഷൻ മെയിൻ ആയിട്ട് മോർണിംഗ് ആയിരുന്നു മോർണിംഗ് പ്രിഫർ ആയിരുന്നു. ആ. ചെയ്തിട്ടുള്ളത്. കാരണം പിന്നെ രാത്രിയിൽ റിവിഷൻ അത്ര ആപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റിവിഷന് എന്തായാലും ബെസ്റ്റ് ഏർലി മോർണിംഗ് തന്നെയാണ്. പിന്നെ എക്സാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് വീക്കത്തെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നോ? ലാസ്റ്റ് വീക്കിൽ ആക്ച്വലി ഞങ്ങൾ ഇവിടുന്ന് നാട്ടിലോട്ട് പോവായിരുന്നു. ഉം. അപ്പോ എനിക്ക് അതിന്റെ ട്രാവലിംഗ് ആൻഡ് ഷോപ്പിംഗ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉം. പക്ഷെ എന്റെ അപ്പോഴും അതിനൊരു 1 വീക്ക് മുന്നേ തന്നെ തീർത്ത് വെച്ചത് കാരണം എനിക്ക് മൈൻഡിൽ ഉണ്ടായിരുന്നു ഒരു 2 ഡേയ്സ് കൊണ്ട് ഫുൾ ഉം. ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ഉം. അപ്പൊ നാട്ടിലെത്തി എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞു പഠിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട പറഞ്ഞു. ഉം. ഞാൻ അങ്ങനെ ആ 2 ഡേയ്സ് ഫുൾ അങ്ങനെ ഇരുന്ന് പഠിച്ചു. പഠിച്ചു. അതെന്തായാലും ചെയ്യണം. കാരണം നമ്മൾ എത്രത്തോളം മുന്നേ റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഉം. ലാസ്റ്റിൽ 2 ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതെ. ഒരു എക്സാം ഓളിൽ തന്നെ നമുക്കൊരു 50%ഉം പെർഫോം ചെയ്യാൻ പറ്റുക ആ 2 ഡേയ്സിന് ബന്ധപ്പെട്ടിട്ട് ഇരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. പിന്നെ എക്സാം ഹാളിൽ ചെന്നിരുന്നിട്ട് അതിനു മുമ്പ് നോക്കലുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആ നോക്കിയില്ല. ദിവസം ഒന്നും നോക്കിയില്ല. നോക്കിയിട്ടില്ല. ആ നമുക്ക് ഒരു സ്ട്രെസ് ആവും. പിന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങുക. അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഹെഡേക്കും അല്ലെ, തലയൊക്കെ ഒരു വല്ലാത്ത വലിയുന്ന രീതിയിൽ ഒരു പ്രതീതിയൊക്കെ ആയിരിക്കും. അത് കൂളായിട്ട് ശരിയാണ്. പോകും. എക്സാം നേരത്തെ ഉറങ്ങി, നേരത്തെ എണീറ്റു. ഉം. അന്ന് അതിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്തില്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ സമാധാനമായി. സന്തോഷായി, എക്സൈറ്റഡ് ആയി അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ജയസ് ഇതിനേക്കാളും പറഞ്ഞോ. എന്താണ് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തപ്പോ ഭയങ്കര ആ സങ്കടമായി അതെ പോയിരുന്നു. അതെ അതെ. ആ നമ്മുടെ എത്ര ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തായിരുന്നു? 8 9 എത്രയായിരുന്നു? 8 എണ്ണം എങ്ങനെ 8 എണ്ണം ഡിലീറ്റ് അല്ലേ? ചെയ്തു. ആ 8 എണ്ണം നമ്മളുടെ ശരി തന്നെയായിരുന്നു അല്ലേ? അത് ശരിയായിരുന്നു. അത് പോയി. എന്നാലും നമ്മൾ ഉം. കേറിയല്ലോ അല്ലേ? അത് ചില കുട്ടികൾക്ക് ഇപ്പൊ ഡിലീഷൻ വന്നപ്പോഴത്തേക്കും അതായത് വരാത്ത കുട്ടികളുണ്ട്. അതായത് നന്നായിട്ട് പഠിച്ചവരും ഈ ഡിലീഷൻ കാരണം പോയവരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അതായത് ആ ഒരു വക്കിൽ നിൽക്കുന്നത്. അതെ, ഇനി അടുത്ത എക്സാമിന് എന്തായാലും നോക്കാം. അത് കാരണമല്ലേ ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഒരു ഡിലീഷൻ ഇനി വരുന്നുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ. ചില അപ്പൊ കുട്ടികളെ ഈ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഒരു എക്സാമിനേഷനും നോക്കുന്നില്ല, ഇത്രയും പഠിച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും ഇല്ലേ? അതെ. ഉം. എപ്പോഴെങ്കിലും ജുസൈൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ എപ്പോഴെങ്കിലും ഫസ്റ്റ് അല്ലേ ഞാൻ എഴുതുന്നത് ആദ്യമായിട്ട് PSC അല്ലേ? ഇതിനു മുന്നേ എഴുതിയിട്ടുണ്ട്. ബട്ട് KS എഴുതിയിട്ടുണ്ട് ആ ഒരു ഓക്കെ. തവണ. ആ പ്രിപ്പയർ ചെയ്യാതെ പോയി എഴുതിയതായിരുന്നു. ആദ്യമായിട്ട് ഒരു പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്നത്. അത് തന്നെ കിട്ടി അല്ലേ? നമ്മളത് അതെ. ഫുള്ള് പഠിച്ചു. ഫുള്ള് പഠിച്ചു അരക്ക് അല്ലേ? ശരിക്കും അരച്ച് അതെ. കലക്കി കുടിച്ചു പോയിട്ട് ഫുള്ള് നമ്മൾ പഠിച്ചു. അതെ. അതെ. ഇപ്പോ നമ്മൾ ഓപ്ഷൻ എഴുതുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആൻസർ കാണുമ്പോഴത്തേക്കും എഴുതാൻ ഇല്ല, ഇല്ല, ഇല്ലേ? എത്ര ഇല്ല. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തായിരുന്നു? ഉം. എത്ര കറക്റ്റ് അറിയില്ല. 80 എബോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മൾ എപ്പോഴും പറയുമായിരുന്നല്ലോ നമുക്ക് അറിയില്ലാത്ത നെഗറ്റീവ് അവിടെ തൊടേ ചെയ്യരുതെന്ന് അല്ലേ? ആ ആ ആ അപ്പോ ഇപ്പൊ ജുസൈലേക്ക് ഒത്തിരി ടൈം അല്ലേ? നേരത്തെ എഴുതി കഴിഞ്ഞു എക്സാമിനേഷൻ. അപ്പൊ ബാക്കിയുള്ള ആളുകളെ ഒന്ന് എഴുതണമെന്ന് തോന്നിയില്ലായിരുന്നോ? ഒരുവിധ എക്സാം ഹാളിൽ എല്ലാവരും അത്രയും നേരത്തെ തന്നെ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം. ഉം. അപ്പൊ ബാക്കി അപ്പൊ ടൈമിൽ ബാക്കി ടൈം കിട്ടേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് കാരണം കുറച്ച് നമുക്കൊരു ടെൻഡൻസി വരുമല്ലോ, അതെ. ഇതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്താലോ എന്ന്. അങ്ങനെ കുറച്ചൊന്ന് നെഗറ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഓക്കെ. ചെയ്യരുത് നമ്മള്. ആ നമ്മള് ഞാൻ അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് അത്രയും നേരത്തെ എഴുതി കഴിഞ്ഞത്. കാരണം നമ്മൾ അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റെങ്കിലും വെച്ച് നോക്കിയിട്ട് വേണം എഴുതാൻ. നന്നായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതായിരിക്കും, പക്ഷെ അവര് ചിലപ്പോൾ അതിന്റെ നെഗറ്റീവ് വൈസിലായിരിക്കും സൈഡിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അത് പിന്നെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുക. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് ആൻസേഴ്സ് നോക്കിയിട്ട് എഴുതണം. ഇത് നമ്മൾ അത്രയും സൈപ്രോയില് അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് അറ്റൻഡ് ചെയ്തത് അത്രയും ഫാസ്റ്റ് ആയിട്ട്.
അപ്പോൾ സൈപ്രോയിലൂടെ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതിൽ താങ്ക് യു. ജുസൈല പറഞ്ഞു തന്ന രീതിയിൽ തന്നെ നന്നായിട്ട് പഠിച്ചു അല്ലെ? കറക്റ്റ് ആയിട്ട് ക്ലാസ് കണ്ടു, എല്ലാ ദിവസവും പഠിച്ചു, എത്രത്തോളം പ്രശ്നങ്ങളും ചെറിയ കുട്ടീനെ വെച്ച് പഠിച്ചു അല്ലെ? ആ ഒരു ചില സമയത്ത് നമ്മൾ എപ്പോഴും പറയുമല്ലോ, ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവരുത്. ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ദിവസം എന്തെങ്കിലും ഒരു 10 അത് മിനിറ്റ്സ് എങ്കിലും നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പിള്ളേർക്ക് പറ്റുന്നത് ഒരു ഗ്യാപ്പ് അങ്ങ് വരും, പിന്നെ നോക്കില്ല. അപ്പോൾ റിഗ്രറ്റ് അതെ അതെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഓരോ 10 മിനിറ്റ്സും എന്തെങ്കിലും ആ ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തോളണം, നമ്മൾ പഠിച്ചു എന്ന് നമ്മളെ മനസ്സിലാക്കാനായിട്ട് അല്ലേ? അപ്പോൾ ആ രീതിയിൽ റീകോളിങ്ങും കാര്യങ്ങളും രാവിലെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, രാത്രി കിടക്കണതിനുള്ളിൽ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, എല്ലാം നേരത്തെ പഠിച്ചു തീർത്തു. പിന്നെ ആ ലാസ്റ്റ് ഒരു 1.5 മാസം കറക്റ്റായിട്ട് റിവിഷനും ചെയ്തു, നന്നായിട്ട് അല്ലെ പഠിച്ചു. സക്സസ്. ലത്തീഫനെ കൂട്ട് തന്നെ 2nd റാങ്കും കിട്ടി. ഇനി ജോലിയിലേക്ക് അല്ലെ? അപ്പൊ ഇനി നമുക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ നമുക്കൊരു മോട്ടിവേഷൻ കൊടുക്കാം ബാക്കിയുള്ള സ്റ്റുഡൻസിന്. ലത്തീഫ കൊടുത്ത ഒരു തീർച്ചയായും മോട്ടിവേഷനിലൂടെയാണ് ജുസൈല സൈപ്രോയിൽ എത്തിയത് അല്ലെ? അപ്പൊ അതെ ഇനി അതെ അടുത്ത ആളിലേക്ക് ആ കൈമാറാം. അതെ ഓക്കെ, അതെ താങ്ക് യു. തീർച്ചയായിട്ടും സൈപ്രോക്ക് എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്താ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല, മെറ്റീരിയൽസ് ഉണ്ടായിരുന്നില്ല. മാമിന്റെ ക്ലാസ് എനിക്ക് എടുത്തു പറയണം. ഞാൻ വേറെ യൂട്യൂബിലാണെങ്കിലും വേറെ കുറെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഒരുവിധം സ്ലൈഡ് ഉണ്ടാവും, ആ സ്ലൈഡ് ഇങ്ങനെ വായിച്ചു പോകുന്ന രീതിയിലായിരിക്കും. പക്ഷെ മാമിന്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്നേ ഉള്ളൂ. ബട്ട് നമ്മൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ എങ്ങനെയാണോ ക്ലാസ് എടുക്കുക, ഒരു മാഡം എങ്ങനെ ക്ലാസ് എടുക്കും, അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ക്ലാസ് കാണുന്നത് ഒരു മടുപ്പായിട്ട് തോന്നൂല. എനിക്കൊക്കെ ഈ സ്ലൈഡ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ക്ലാസ് അവിടെ പോസ് ചെയ്ത് വെക്കും, എന്നിട്ട് ഈ സ്ലൈഡ് ഇങ്ങനെ നോട്ട് ചെയ്തതായിരുന്നു മുന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴൊക്കെ നമുക്ക് മടുത്തു പോകും. പക്ഷെ മാമിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ആ ബേസ് തൊട്ട് നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് എന്ന് മുതൽ തുടങ്ങുന്ന പറഞ്ഞാൽ നമുക്കൊരു മടുപ്പ് വരില്ല. കാരണം എനിക്ക് വേഗം വേഗം മാം ക്ലാസ് എടുക്കാനായിരുന്നു ഒരു ഇതുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് കണ്ട് നോട്ട് എഴുതിയെടുക്കായിരുന്നല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു മൈൻഡിൽ. അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് മാമിന്. സയൻസ് സൈപ്രോക്ക് ഓൾസോ. താങ്ക് യുടാ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആള് അല്ലെ, നമ്മുടെ ജുസൈലേനെ റെഫർ ചെയ്ത് അതെ കുറെ പേര് വരട്ടെ. അപ്പൊ ഇനി ജുസൈല കാരണം എത്തി അല്ലെ? അപ്പോ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, നന്നായിട്ട് പഠിക്കുക. ജൂനിയേഴ്സ് പഠിച്ച കോളേജിലൊക്കെ പോയി അവരോടൊക്കെ പറയുക, ടീച്ചേഴ്സിനോടൊക്കെ താങ്ക്സ് പറയുക അല്ലെ? ഇത്ര നാളെ നിങ്ങളെ പഠിപ്പിച്ചതല്ലേ, അവർക്കും ഒരു സന്തോഷമായിരിക്കും. ലൈഫ് സയൻസിൽ നിന്ന് എപ്പോഴും ഓപ്പർച്യൂണിറ്റി കുറവാണ്, നമുക്ക് റിസർച്ചും PhD സയന്റിസ്റ്റും അങ്ങനെ അല്ലാതെ ഒരു ഗവൺമെന്റ് ജോബ് കുറവാണ്. ഇപ്പോഴാണ് PSC മൈക്രോബയോളജിസ്റ്റിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് അല്ലെ? ബാക്കി ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പോഴും വിഷമിച്ച് നടപ്പുണ്ട്. നമ്മുടെ ബയോ ടെക്നോളജിയും ബോട്ടണി സുവോളജിക്കാർക്കൊക്കെ അവസരം കുറവാണ്. അപ്പൊ ഇനി അവർക്കും അവസരം വരട്ടെ, പഠിക്കട്ടെ അല്ലെ എന്ന് ആശംസിക്കുന്നു. അതെ താങ്ക് യു ജുസൈല. ഓക്കെ താങ്ക് താങ്ക് യു. യു താങ്ക് യു.